അനുപല്ലവിയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത്. എന്താ മൂഡ്, എന്ത് രസാന്റെ മെലഡി. കതിരാടും മുണ്ടോ പാടത്തിളവേൽക്കാതെ കുടപാറും കണിയാൻ കുന്നിൽ മഴ തൂവാതെ. ഇപ്പോഴാണ് ആ പാട്ട് റിസീവ് ചെയ്യേണ്ട രീതിയിൽ റിസീവ് ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞ. ജാസിയേട്ടൻ വാസ് ലീഡ്സ് അഹെഡ് ആസ് എ കമ്പോസർ കാലത്തിനേക്കാളും. യെസ്, വിപ്ലവമായിരുന്നു. എന്നോടൊപ്പം പാടാൻ വന്നാൽ കൂടെ ഞാനും പാടാം. അന്ന് കുറച്ചും കൂടെ ആ ഒരു ബയസ് ഭയങ്കര കൂടുതലായിരുന്നു. മെലഡി അടിപൊളി കൊള്ളൂല, നമ്മുടെ കൾച്ചറിന് പറ്റിയതല്ല, അങ്ങനത്തെ കുറച്ച്. ഹൃദയവും എനിക്ക് കുറേ ടൈം എടുത്ത് റെക്കോർഡ് ചെയ്ത മെജോന്റെ റോഷൻ സർ ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അദ്ദേഹം പറയുന്ന സാധനം എന്റെ തൊണ്ടയിൽ വരണം എന്നുള്ളതായിരുന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ്. അരികിലായി വന്നു ചേരാൻ കൊതിയും അരികിലാകുന്ന നേരം ഭയം വരുന്നില്ല ജ്യോത്സ്ന, ഭയം വരുന്നില്ല. അത് കുറേ ടേക്സ് എടുത്തു. എന്റെ PR വളരെ മോശമാണ്. ഞാൻ ഭയങ്കര സോഷ്യലി ഓക്വേർഡ് ആണ്. പിന്നെ എനിക്കൊരു തോന്നലാണ്, ഞാൻ പറയുന്നത് ഇവർക്ക് ഫേക്ക് ആയിട്ട് തോന്നുമോ. വിധു പ്രതാപ് എന്റെ ചേച്ചിയുടെ ബാച്ചാണ് വിധു. ആക്ച്വലി അവരൊരു ഗ്രൂപ്പിലാണ്, സീനിയറാണ്. ആദ്യമായിട്ടുള്ളൊരു ലാലേട്ടൻ സംഗമം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആദ്യം ചെയ്തത് അമ്മയുടെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ഞങ്ങള് മറ്റേ പഴയ പാട്ട് പാടിയിരുന്നു, കാറ്റ് താരാട്ടും. അതെ, ഡ്യുവറ്റ് പാടിണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ സാർ എൻ്റെ അടുത്ത് പറയാ, അന്ന് ആ പാട്ട് എന്ത് രസമായിരുന്നു അല്ലേ, നമ്മളന്ന് ഡ്യുവറ്റ് പാടിയത് കാറ്റ്. ഞാൻ ലാലേട്ടൻ ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കും മരിക്കണ വരെ, പക്ഷെ ഉറപ്പായിട്ടും. പക്ഷെ കഴിയോളം ഞാനേറിയാം ക്ലബ് FM-ല് റാശിയുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ജ്യോത്സ്നയുണ്ട്. പാട്ടും പറച്ചിലും എന്നാണ് ഈ പരിപാടിൻ്റെ പേര്. അപ്പം കുറച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, കുറേ പാടിക്കൊള്ളും കേട്ടോ, നമുക്ക് കണ്ടമാനം പാടാം. ജ്യോത്സ്നയെ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ പ്രിയപ്പെട്ട ഒരു പാട്ടുകാരിയായിരുന്നു. ഞാനിങ്ങനെ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്, നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന പോലെ സുഖമാണി നിലാവ് അതായിരിക്കും ആദ്യത്തെ പാട്ട് എന്നാണ്. അതിലൂടെ ആണല്ലോ നമ്മൾ ജ്യോത്സ്ന, വിധു പ്രതാപ് ഈ പേരുകൾ നമ്മൾ കേട്ടു തുടങ്ങുന്നത്. പക്ഷേ ഇപ്പം അറിയുന്നത് പ്രണയമണിത്തൂവൽ എന്ന് പറഞ്ഞൊരു സിനിമ അതിന് മുമ്പ് സംഭവിച്ചിരുന്നത്. അപ്പം ഈ പ്രണയമണിത്തൂവൽ എന്ന് പറഞ്ഞ പടം ഓർമ്മ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അന്നത്തെ നമ്മളെ മറ്റേ അടിപൊളി ഒരു പാട്ടുണ്ട്, ആ പാട്ട് ഓർക്കുന്നുണ്ടോ? അത് പാടാനായിട്ടാണ് ഞാൻ ആദ്യം സ്റ്റുഡിയോയിൽ പോണേ. അതായത് ആ പാട്ടിന് കോറസ് പാടാനായിട്ടാണ് ഏറ്റവും ആദ്യം ചേതന സ്റ്റുഡിയോയിൽ ഞാൻ പോണത്. അത് പാടുപ്പെന്ന് വെച്ചാൽ നമുക്ക് ഈ വോക്കൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ടായിരിക്കും നിൽക്കുക. അപ്പോ അന്ന് പുഷ്പാവതി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കൂടെ, ഞങ്ങളെല്ലാരും ഒരുമിച്ചായിരുന്നു. അതെ. അപ്പോ അങ്ങനെ അത് പാടിക്കഴിഞ്ഞ് തിരിച്ച് കൺസോളിൽ വന്നപ്പം സർ മോഹൻ അങ്കിൾ എന്നെ കൊണ്ട് വെറുതെ ആ സോങ്ങിന്റെ ഒരു ഫീമെയിൽ വേർഷൻ മൊത്തമായിട്ട് വെറുതെ പാടിപ്പിച്ചു. അപ്പൊ ആക്ച്വലി പ്രണയമണിത്തൂവലിന്റെ കാസറ്റില് ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ട് ഈ പാട്ടിന്റെ, എന്റെ ശബ്ദത്തില്. ഓമന ലൈലയുടെ ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ട്. അത് പാടി കഴിഞ്ഞപ്പോഴാണ് അതില് ആക്ച്വലി സുജാത ചേച്ചിയായിട്ടൊരു ഫീമെയിൽ ഡ്യുവറ്റ്, ഞാനും സുജാത ചേച്ചിയും സ്മിത എന്ന് പറഞ്ഞിട്ട് സ്മിത ചേച്ചിയും കൂടി ഞങ്ങൾ മൂന്നുപേരും കൂടി പാടിയ പാട്ട്. അതാണ് ഫസ്റ്റ് ശരിക്കും ഒരു പ്രോപ്പർ ഒരു എന്താ പറയാ പ്ലേ ബാക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം. അതാ പ്രണയമണിത്തൂവലിലെ പാട്ടായിരുന്നു. അപ്പൊ സിനിമാ പാട്ടുകളിലേക്ക് അല്ലെങ്കിൽ പിന്നണി ഗാനരംഗത്തേക്കുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്നത് സുഖമായിരുന്നു ജ്യോത്സ്നയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഉള്ളതായിട്ട് പറയണമല്ലോ. എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വന്നതാണ്. അത് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തില്. കാരണം പലരുടെയും ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരു തുടക്കം കിട്ടാനായിട്ട് പലരും എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ലക്കിയായിരുന്നു. എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് നനച്ചിരിക്കാതെ ഇങ്ങോട്ട് വന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ആ കാര്യത്തിലൊരു ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. പിന്നെ ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ട് ഐ വർക്ക്ഡ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട വർക്ക് ചെയ്തതുകൊണ്ട് ഐ ഗെസ് ഇപ്പോൾ ഐ എം സ്റ്റിൽ സ്റ്റാൻഡിങ് ഇങ്ങനെയൊക്കെ. ഞാൻ ചോദിക്കട്ടെങ്കിലും അപ്പം ജ്യോത്സ്ന എന്നുള്ള പേര്, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നുള്ള സിംഗറിനെ, പ്ലേബാക്ക് സിംഗറിനെ നമ്മൾ അറിയുമ്പോൾ കൂടെ വിധു പ്രതാപ് എന്ന് പറഞ്ഞ സിംഗറും കൂടെ ഉണ്ടായിരുന്നു. അന്ന്
ഒരു എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഈ വൈറൽ എന്നൊക്കെ പറഞ്ഞ വാക്കുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് പോലെയുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയൊക്കെ നമ്മൾക്ക് പല 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 വഴിക്കും പാട്ട് കേട്ടോണ്ടിരിക്കും. അന്ന് എവിടെ പോയാലും ഡ്യുവറ്റ് സോങ്ങിൽ ഉറപ്പായിട്ടുണ്ടായിരുന്നൊരു പാട്ടായിരുന്നു സുഖമാണി നിലാവ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കൾ, നിങ്ങളെ സുഹൃത്തുക്കളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളെ കൂടെ കാണുന്ന ആളുകളുടെ പേരുകൾ പറയണം, അവരായിട്ടുള്ള സൗഹൃദം നിങ്ങളൊന്ന് പറയണം. വിധു പ്രതാപ്. വിധുവായിട്ട് ആക്ച്വലി ഞാൻ പാടി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിധുവിനെ അറിയാം, ഇത്ര അടുത്തറിയില്ല. പക്ഷെ വിധുവിൻ്റെയും അച്ഛൻ പ്രതാപൻ അങ്കിള് അബുദാബിയിലായിരുന്നു. അപ്പോൾ പ്രതാപൻ അങ്കിളും എൻ്റെ അച്ഛനും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് വിധു ഇങ്ങനെ നാട്ടിലെ വെക്കേഷൻ സമയത്ത് വരും അബുദാബിയിൽ. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് അബുദാബിയിൽ ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്ന സമയമാണ്. എന്നിട്ട് എൻ്റെ ചേച്ചിയുടെ ബാച്ചാണ് വിധു. ആക്ച്വലി അവരൊരു ഗ്രൂപ്പിലായിരുന്നു. സീനിയറാണ്. കണ്ടാൽ വർത്തമാനത്തിൽ നമുക്ക് തോന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ സീനിയറാണ്. അപ്പൊ അങ്ങനെ അപ്പോൾ ഈ കോമ്പറ്റീഷൻ്റെ സമയത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിധു വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ടെൻഷനാണ്. എന്നിട്ട് പാട്ട് ഭയങ്കര സുന്ദരനാണ്. പിന്നെ പാട്ടിന്റെ കാര്യത്തിൽ പുള്ളി വന്ന് സുഖമായിട്ട് എല്ലാ കൊല്ലവും ഒരേ പാട്ടാ പാടുക. ആദിസാരമയി സരസ്വതി വന്ന് പാടി പുഷ്പം പോലെ പാടി ഫസ്റ്റ് വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ വിധു വരണമെന്നുള്ളത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ആ സമയത്ത്. അങ്ങനെ വിധുവിനെ എനിക്ക് അറിയാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സുഖമാണി നിലാവൊക്കെ പാടി ഞങ്ങളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡിങ്സിന് കാണാൻ തുടങ്ങി, പ്രോഗ്രാംസിന് കാണാൻ തുടങ്ങി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഐ ഫീൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് വളർന്നു വന്നവരാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് പുതിയ വോയിസസ് മലയാളത്തിൽ വന്നു. അതെ. അപ്പൊ ആ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നെന്ന് വെച്ചാല് എല്ലാവരും ഒരുമിച്ച് വരുന്ന കുറേ ഈവൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ there were a lot of opportunities for us to get together and അതൊരു രസമുള്ള ഒരു കാലമായിരുന്നു അത്. ഞാന്, വിധു, അഫ്സലിക്ക, റീമി, ഗായത്രി, ഫ്രാങ്കോ ചേട്ടൻ, അങ്ങനെ ഞങ്ങളൊരു പറ്റം ഗായകരുണ്ടായിരുന്നു. അതൊരു നല്ലൊരു സമയമായിരുന്നു. ഈ റിയാലിറ്റി ഷോയിലൊക്കെ കാണുന്ന മാതിരി റിമി ടോമിയായിട്ടുള്ള സൗഹൃദം അത്ര കിങ്ങിണി സൗഹൃദമാണോ? റീമി ആയിട്ട് എനിക്ക് എപ്പോഴും റീമിയും തിരക്കാണ്, എനിക്കും എൻ്റെതായിട്ടുള്ള തിരക്കാണ്. പക്ഷെ ദ തിങ് അബൌട്ട് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ നമ്മളെപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണുമ്പോൾ എപ്പോഴും ഒരു വാംത്ത് ഉണ്ട്, എപ്പോഴും കാരണം ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കോമൺ മെമ്മറീസ് ഉണ്ട്. അതായത് ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന ഒരു രീതിയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും ഇതൊക്കെ ഞങ്ങൾ ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഗ്രോത്ത്, ഞാൻ റീമിയുടെ ഗ്രോത്ത് കണ്ടിട്ടുണ്ട്, റീമി എൻ്റെ ഗ്രോത്ത് കണ്ടിട്ടുണ്ട്. അപ്പം വി ആർ നോട്ട് ലൈക്ക് എന്നും മെസ്സേജ് അയക്കുക, വിളിക്കുക, കൂടുക, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പക്ഷെ എപ്പോൾ കണ്ടാലും ഒരു നല്ലൊരു സ്പേസ് ആണ്, ഒരു ഹാപ്പി സ്പേസ് ആണ്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം ഇപ്പം എന്താ വെച്ചാൽ ഈ അടുത്തൊരു ഈവെന്റിന് ഞങ്ങൾ എല്ലാവരും പിന്നെയും കൂടി. അപ്പോൾ വി ഫെൽറ്റ് ഓക്കെ, മേ ബി കുറച്ചുകൂടെ എഫേർട്ട് എടുക്കണം നമ്മളെല്ലാവരും ഇനിയും കാണാനും മീറ്റ് ചെയ്യാനും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സൂപ്പർ 4ന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതല്ലാണ്ട് ഇപ്പൊ ഞങ്ങള് പാട്ടുകാരെല്ലാരും ഞങ്ങളുടെ ആ ഒരു ഈറയിൽ വന്ന എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ്. സോ ഇറ്റ്സ് നൈസ്. ഐ തിങ്ക് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ലേറ്റ് 30s early 40s ആ ഒരു ഇതിലേക്ക് എത്തി, ആ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് എത്തിയപ്പോൾ ഐ തിങ്ക് we have a lot to share in common. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഡെയിലി വിളിക്കുക, സംസാരിക്കുക, അതൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമാണ് എപ്പോഴും. സിത്താര ഈ കൂട്ടത്തിൽ കുറെ കൂടി കഴിഞ്ഞിട്ട് വന്ന ആളാണ്. അപ്പോൾ സിത്താരക്ക് നിങ്ങളെ ഒരു സീനിയർ ആ ഒരു മൂഡിലായിരുന്നോ കണ്ടിട്ടുണ്ടായിരുന്നു? സിത്തുവിന് ആദ്യം സിത്തു പറയാറുണ്ട്, അതായത് ഞാനും സിത്തും ഒരേ ഏജാണ്. അപ്പോൾ സിത്തു പറയാറുണ്ട് ഇങ്ങനെ +1 പഠിക്കുമ്പോൾ എൻ്റെ പാട്ട് ഇങ്ങനെ കേട്ട് തുടങ്ങിയല്ലോ, പബ്ലിക്കായിട്ട് കേട്ട് തുടങ്ങി. അപ്പൊ സിത്തു പറയാറുണ്ട്, അപ്പം എൻ്റെ പ്രായത്തിലുള്ള ആളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ ഒരേ പ്രായക്കാരായതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു ജെല്ലുണ്ട്. അതായത് എപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നു എന്നുള്ളതിനായിട്ടും ഐ ഫീൽ ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഷീ ഹാസ് അച്ചീവ്ഡ് സോ മച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു
മ്യൂസിക്കാലിറ്റി ആണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മ്യൂസിക് ഒരേ ഏജ് ഗ്രൂപ്പ് ആയതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷീ ഓൾസോ ലൈക്ക് ഗെറ്റ്സ് അലോങ് വിത്ത് ഓൾ ഓഫ്. അതെ, പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഇപ്പോൾ സിത്താരക്കൊക്കെ കൂടുതലും അവസരങ്ങൾ കൊടുക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ആരെയാണ് ജോസ്ന ശരിക്കും നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്? പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിലല്ലേ? സുഷിൻ ഓഫ് കോഴ്സ്, സുഷിൻ ഉണ്ട്, ജസ്റ്റിൻ വർഗീസ്, റെക്സ് വിജയന്റെ പാട്ട് പാടണം എന്നുള്ളത് എൻ്റെ ഒരു എക്കാലത്തെയും ആഗ്രഹമാണ്, ഇതുവരെ നടന്നിട്ടില്ല. ഈസ് സോ ഇൻക്രെഡിബിൾ, ഈസ് സോ ഗുഡ്. എൻ്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മ്യൂസിഷ്യൻസ് ആണ്. ഇപ്പൊ ഈ സുഷിൻ അടക്കമുള്ള ആളുകൾക്ക് ഒരു പാത വെട്ടിയിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പുതിയ സൗണ്ടിങ് ആണ് റെക്സ്. മലയാളം ഫിലിം മ്യൂസിക്കിലൊരു പുതിയ സൗണ്ടിങ് കൊണ്ടുവന്ന ഒരു മ്യൂസിഷ്യനാണ് അൺഡൗട്ടഡ്ലി. അതിൻ്റെ ക്രെഡിറ്റ് ഫുൾ റെക്സ് വിജയനാണ്. സോ റെക്സ്, പിന്നെ സുഷിൻ ശ്യാം, പിന്നെ ജസ്റ്റിൻ വർഗീസ്, എല്ലാവരും കേട്ടോ ഇപ്പോൾ വളരെ ക്രിസ്റ്റോ, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട്. ഇവരൊക്കെയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? അങ്ങനെ അവസരം ചോദിച്ചിട്ടുണ്ട് ഇവരോട് ആരുടെങ്കിലും? അത് മാത്രമില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് എനിക്ക് എൻ്റെ PR വളരെ മോശമാണ്. എനിക്കൊരാളെ, ഞാൻ ഭയങ്കര സോഷ്യലി ഓക്വേർഡാണ്. അത് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ട ഞാനിങ്ങനെ എനിക്ക് ഐ എം ജസ്റ്റ് വെരി ഓക്വേർഡ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. പിന്നെ എനിക്കൊരു തോന്നലാണ്, ഞാൻ പറയുന്നത് ഇവർക്ക് ഫേക്കായിട്ട് തോന്നുമോ, ഞാൻ വെറുതെ മസ്ക് ഇടാൻ വേണ്ടി പറയണമായിട്ട് തോന്നുമോ, ആകെ ഒരു 110 questions ആണ് എൻ്റെ തലയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുമ്പോൾ ചിരിക്കും, പറയാനുള്ളത് സമയത്തിന് പറയില്ല എന്ന് പറയില്ലേ, അങ്ങനെ ഒരു വലിയ അസുഖമുണ്ട് എനിക്ക്. ഈ ആനയൊക്കെ എപ്പോഴും ചിഹ്നം വിളിച്ചുകൊണ്ട് നടക്കുന്നില്ല, പക്ഷെ ആനയെ കാണുമ്പോൾ നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ആ ഒരു പരിപാടി മനസ്സിലാവാത്തോണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ ദിവസവും വരാം ഇവിടെ, ഒരു അരമണിക്കൂർ എനിക്കും വേണം ഒരു മോട്ടിവേഷൻ. ആരത് പറയുന്നതല്ല, ഞാനിപ്പോൾ ചോദിക്കാൻ വരുമായിരുന്നു, 2 വർഷം കൂടി കഴിഞ്ഞാൽ 25 വർഷം ആഘോഷിക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിച്ച ജോത്സ്ന, അതിനുള്ള ധൈര്യമുണ്ടോ? ഞാനത് എനിക്കൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ എനിക്കിഷ്ടം. 25 കൊല്ലം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്തു എന്നുള്ളത് ഒരു ഭീകര അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് ഞാൻ ഇങ്ങനെ ആളെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി നോട്ട്. ബിക്കോസ് നമ്മൾ ഇത് ഒരു മിക്സ് ഓഫ് എവറിത്തിങ് ആണ്. ഇതിൽ നമ്മുടെ വർക്ക് ഉണ്ട്, ഓഫ് കോഴ്സ് നമ്മൾ എത്ര വർക്ക് ചെയ്യണോ, നമ്മൾ എത്ര അപ്ഡേറ്റഡ് ആണ്, നമ്മൾ കാലത്തിനൊത്ത് എത്ര മുന്നോട്ട് നീങ്ങുന്നു, ഇതെല്ലാം ഇതിൽ ഫാക്ടേഴ്സാണ്. പക്ഷെ അതിൻ്റെ കൂടെ ദർ ഈസ് ഓൾസോ ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ട്രോക്ക് ഓഫ് ലക്ക് ഉണ്ട്, ഒരു സംവെയർ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, നമുക്ക് തൊടാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് വിച്ച് ഇസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. അപ്പം അത് ഇതിൻ്റെ ഒരു പാതി ഞാൻ ഉണ്ടാക്കിയതാണ്, മറ്റേ പാതി ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് അതിന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി എനിക്കൊരു റിമൈൻഡർ, നമുക്ക് പലപ്പോഴും ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുമല്ലോ, അപ്പോൾ ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, 25 വർഷം നിന്നല്ലോ, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാനിത് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്, ടു ബി ഓണസ്റ്റ്. ഇപ്പോഴും ജോത്സ്ന ആ ഒരു അതേ വൈബിൽ നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾ മ്യൂസിക് ആസ്വാദകർക്ക് തോന്നുന്നത്. നിങ്ങൾ എല്ലാ വർഷവും ഇൻഡസ്ട്രിയിലുണ്ട്, എല്ലാ വർഷവും നമ്മുടെ ഓർമ്മയിലുണ്ട്, ഒരു പാട്ടായിട്ടെങ്കിലും വന്നു പോകുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് കടന്നിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ തന്നെ. ആക്ച്വലി ഇപ്പം ഇങ്ങനൊരു ചടങ്ങ് വെക്കാണെന്ന് വിചാരിക്കും, അപ്പം എവിടെ വെച്ചായിരിക്കും ആഘോഷിക്കുക? തൃശ്ശൂർ വെച്ചായിരിക്കോ അതോ കൊച്ചിയിൽ വെച്ചായിരിക്കോ? ഇനിയിപ്പോൾ ആ ഒരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ജോത്സ്നക്ക് പൊന്നാട എണീച്ച് ആദരം അർപ്പിക്കാൻ വേണ്ടി വരുന്ന വിധു പ്രതാപ് ആണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ അഭിപ്രായം? അവൻ ഓടിക്കന്നെ. അയ്യോ, ഞാൻ ഒന്നാമത് ചടങ്ങ് ഉണ്ടാവില്ല. ചടങ്ങ് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നാണല്ലോ തുടങ്ങിയത്, അപ്പോൾ ഉറപ്പായിട്ടും തൃശ്ശൂരായിരിക്കും വെക്കുണ്ടാവുക. പിന്നെ എനിക്ക് എൻ്റെ ഗ്രോത്തിൽ ഭാഗമായിട്ടുള്ളവർ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ക്രൗഡായിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ടാവില്ല, വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. പബ്ലിക് ഇവന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ +2 കാലഘട്ടത്തിൽ തന്നെ +1 ജോയിൻ ചെയ്ത സമയത്ത് തന്നെ പ്രണയമണി തൂവിൽ പാടാമെന്ന്. അതിന്റെ മുമ്പ് നിങ്ങൾ കുവൈത്തിലും ദുബായിലൊക്കെ ആയിരുന്നു 10ാം ക്ലാസ് വരെയുള്ള സമയം. അപ്പം കർണാട്ടിക്കും പഠിച്ചിട്ടുണ്ട്, പിന്നെ ഹിന്ദുസ്ഥാനിയും അഭ്യസിച്ചിട്ടുണ്ട്. അന്ന് ഓൺലൈൻ സംഗീത പഠനം ഇല്ലാത്തൊരു കാലമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് സാധ്യമായത്? അവരൊക്കെ ദുബായിലും കുവൈത്തിലും ഉണ്ടായിരുന്ന കാലത്താണോ പഠിച്ച ഗുരുക്കന്മാര്? അന്നൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കർണാട്ടിക് ഒക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു അങ്കിള് വന്നിരുന്നു ആ സമയത്ത്, എൻ്റെ ഒരു അമ്മാവൻ ആ സമയത്ത്
അബുദാബിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറവൂര് സംഗീത സഭയിലെ ടീച്ചറായിരുന്നു. അപ്പോൾ പുള്ളി കുറച്ച് നാൾ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് മോഹനമ്മാവൻ്റെ അടുത്താണ് ശരിക്കും ഒരു ബേസ് ശരിക്കും ഉണ്ടായത് കർണാട്ടിക് മ്യൂസിക്കിൽ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നാട്ടിൽ വന്ന് ഞാൻ മങ്ങാട് നടേശൻ സാറിൻ്റെ അടുത്ത് കുറേ നാൾ പഠിച്ചു, കർണാട്ടിക് പഠിച്ചു. പിന്നെ പതുക്കെ ഹിന്ദുസ്ഥാനിയിലേക്ക് മാറി. അപ്പോൾ പഠനം എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഒരിക്കലും കഴിയില്ല. നമ്മൾ മരിക്കണ വരെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഇതിനൊരു അന്ത്യമില്ലല്ലോ. നമ്മളെപ്പോഴും മ്യൂസിക്കിൽ എപ്പോഴും ദർ ഇസ് നോ ലിമിറ്റ് ടു ഹൗ മച്ച് യു ക്യാൻ ലേൺ. അപ്പോൾ കർണാട്ടിക് ഹിന്ദുസ്ഥാനി എന്നുള്ളതിനായിട്ടും ഐ തിങ്ക് ഐ എം മോർ ഓഫ് ലൈക്ക് ഒരു ക്യൂരിയസ് ലേണർ എന്ന് പറയാം. ഞാൻ എല്ലാം കേൾക്കാനും എല്ലാം എന്താ പറയുക എല്ലാത്തിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേൾവിയാണ് കൂടുതൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു സ്ട്രക്ചേർഡ് ലേണിങ്ങിനേക്കാളും എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണത് എൻ്റെ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയേക്കണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്നു പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങിയ ചേതന എന്നാണ് ഫസ്റ്റ് റെക്കോർഡിങ്സ് ഒക്കെ തുടങ്ങുന്നത്. ചില ഇമോഷൻസ് ഞാൻ പറയാം. ആ ഇമോഷൻ കേൾക്കുമ്പോൾ ആ ഇമോഷന് വേണ്ട പാട്ടുകൾ നിങ്ങൾ പാടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉറപ്പായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞു പറച്ചിൽ കുറച്ചാലും വേണ്ടിയില്ല പാട്ട് കുറയ്ക്കുന്നത്. തൃശ്ശൂർ അതൊരു വികാരമാണല്ലോ. തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന പാട്ട് രണ്ടുപേരി കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പ്രണയം മാലേയം മാറോടലിഞ്ഞു മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു ലലലലലലലലല ഒന്നൊന്നായി അഴിഞ്ഞു. ഓഹോ വരി മറന്നു, സോറി. സൗഹൃദം മലയാളമാണോ? ഏത് ഭാഷയും എനിക്ക് തോന്നി. എൻ്റെ മനസ്സിലൊക്കെ ആദ്യം തമിഴാവുന്നത്, അതുകൊണ്ട് ഏത് ഭാഷയെന്ന്. കാറ്റാടിത്തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. ഫുഡ് അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനൻ. ജോത്സ്നയുടെ ജീവിതം ഏത് പാട്ടിലാണ് റിഫ്ലക്ട് ചെയ്തത്? പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഏത് പാട്ടാണ് മനസ്സിലേക്ക് വരുന്നത്? जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. ഭക്തി. Heal the world, make it a better place for you and for me and the entire human race. There are people dying when you care enough for the living. Make a better place for you and for me. വാ, ആഘോഷം. रफ्तारा नाचे नाचे डंकारा बाजे बाजे धूम धड़ाके हाँ. ഈ ജോത്സ്ന എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പം ജോത്സ്നൻ്റെ എണ്ണീട്ട് പെട്ടെന്ന് ഇങ്ങനെ എത്ര പാട്ടുകളാണ് ബെസ്റ്റ് പാട്ടുകൾ എന്ന് പറയാനൊന്നും പറ്റില്ല. എന്നാലും മുത്തുമഴ നമ്മുടെ ബിഗ് ബിയിലെ പാട്ട്, അതുപോലെ തന്നെ തെമ്മാടിക്കാറ്റേ പാട്ട്, പിന്നെ ചിരിമണി മുല്ല ചിത്തിരമുല്ല, സുഖമാണി നിലാവ്, ഇതൊക്കെ ജോത്സ്നയുടെ ബെസ്റ്റ് സോങ്സ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ജോത്സ്നയ്ക്ക് അങ്ങനെ ഇതുവരെ പാടിയതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളതിൽ ജോത്സ്നയുടെ ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നു. അപ്പം ഞങ്ങൾ ചിലപ്പം മറന്നുപോയിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ജോത്സ്നയ്ക്ക് ഇത് ഗംഭീര പാട്ടായിരുന്നു, കുറേ കൂടി ആളുകൾ കേൾക്കേണ്ടതായിരുന്നു എന്ന ആഗ്രഹം തോന്നിപ്പോയിട്ടുള്ളൊരു പാട്ട്. ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു പാട്ടുണ്ട്. ഈ പാട്ട് പക്ഷേ സിനിമയിലില്ല എന്നാണ് എൻ്റെ അറിവ്. സിനിമയിൽ വേണുചേട്ടൻ്റെ വേർഷനാണുള്ളത്, വേണുഗോപാൽ സാറിൻ്റെ വേർഷനാണുള്ളത്. ജലോത്സവം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഒരു പാത്തോസ് സോങ് അൽഫോൻസേട്ടൻ്റെ മ്യൂസിക്കാണ്. അതെനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ കിട്ടിയില്ല എന്ന്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ അൽഫോൻസേട്ടൻ്റെ. അതും ഞാൻ അന്നിങ്ങനെ ഈ കറുപ്പിനഴകി ഹിറ്റായതിന് ശേഷം ഞാനൊരു സ്ട്രിങ് ഓഫ് അതേപോലത്തെ പാട്ടുകൾ കുറേ പാടിയിട്ടുണ്ട്. ഇങ്ങനെ
ഇടിച്ചുപൊളി എന്നുള്ളൊരു നമ്മുടെ മറ്റേ അപരിചിതനിലെ സോങ് ഒക്കെ കുറേ പാട്ടുകൾ ആ സമയത്ത് ഒരേ ജോണറിലുള്ള പാട്ടുകൾ പാടി ഞാനിങ്ങനെ എനിക്ക് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഇനി വീണ്ടും അങ്ങനത്തെ ഒരു പാട്ടായിരിക്കുമല്ലോ എന്നാലോചിച്ച് ഞാൻ പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അൽഫോൻസ് ഏട്ടൻ ഒരിക്കലും ഇല്ലാത്ത പോലെ എന്നെ ട്രസ്റ്റ് ചെയ്ത് എനിക്ക് അങ്ങനത്തെ ഒരു പാട്ട് തരണേ. അതെനിക്ക് വലിയ കാര്യമായിപ്പോയി. അതുകൊണ്ട് ആ പാട്ട് എനിക്ക് ഐ ഓൾവേസ് ഫെൽറ്റ് കുറച്ചും കൂടെ റെക്കഗ്നിഷൻ കിട്ടാൻ ഡിസേർവ് ചെയ്തിരുന്ന ഒരു പാട്ടാന്ന് തോന്നിയിട്ടുണ്ട്. കണ്ണീരിൻ്റെ കായൽ തന്നിൽ സ്നേഹം മുങ്ങുമ്പോൾ ഉണ്ണി നിന്നെ കാണാതെൻ്റെ പ്രാണൻ വിങ്ങുന്നു. പടിവാതിൽ ചാരാതെ മിഴി തോരാതെ മയങ്ങിടാതെ പിടയുന്നോരിൻ നെഞ്ചുമായി തിരയുന്നു ഞാൻ നിന്നെ ശൂന്യമാം വഴിയിൽ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും വോക്കലി ആൻഡ് ഇമോഷണലി ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സോങ് അല്ലേ? അങ്ങനെ വേറൊരു പാട്ട് പറയാൻ പറഞ്ഞാലുണ്ടോ? ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹൃദയവും എനിക്ക് കുറേ ടൈം എടുത്ത് റെക്കോർഡ് ചെയ്ത മെജോന്റെ സോങ്. കാരണം അന്ന് റോഷൻ സാർ ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ റോഷൻ ആൻഡ്രൂ സാർ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു അബൌട്ട് എവ്രി ലിറ്റിൽ ഇമോഷൻ. എല്ലാ ഫ്രെയിമും ഫുൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്നിട്ട് അദ്ദേഹം പറയുന്ന സാധനം എൻ്റെ തൊണ്ടയിൽ വരണം എന്നുള്ളതായിരുന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം എടുത്തു. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഹൃദയവും വാസ് അത് ആക്ച്വലി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലത്തെ അഭിനയിച്ച കുട്ടിയില്ലേ മറിയ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ആ ലൈൻ, അതായത് അരികിലായി വന്നു ചേരാൻ കൊതിയും അരികിലാകുന്ന നേരം ഭയവും, ആ സാധനം അതെൻ്റെ അടുത്ത് അത് കുറേ ടേക്സ് എടുത്തു. എന്നിട്ട് റോഷൻ സാർ കെപ്റ്റ് സേയിങ് ഭയം വരുന്നില്ല ജ്യോത്സ്ന, ഭയം വരുന്നില്ല എന്നിട്ട് അങ്ങനെ കുറേ ടേക്സ് എടുത്ത് അവസാനം ആ സാധനം വന്നത്. അപ്പോൾ എന്നിട്ട് മറിയ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു പ്രൊമോഷണൽ ഫംഗ്ഷൻ എൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഷീ കെയിം ആൻഡ് ടോൾഡ് മീ ആ ഭയവും അങ്ങനെ പാടിയോണ്ട് എനിക്കത് ഇമോട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു, താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ഒക്കെ അൺഫർഗറ്റബിൾ മൊമെൻറ്റ്സ് ആണ്. അപ്പം ഹൃദയവും കുറേ ടൈം എടുത്ത് ചെയ്ത ഒരു സോങ് അത്. തെമ്മാടിക്കാറ്റ് ജാസിഫിന്റെ കമ്പോസിഷനിൽ പാടിയ പാട്ട് അന്നാ ഇറങ്ങിയ സമയത്ത് തന്നെ അത് വൻ ഹിറ്റ് ആയിരുന്നു. FM-ലൂടെ അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ കാസറ്റ് CDs ഒക്കെ ആയിട്ട് വൻ ഹിറ്റ് ആയിരുന്നു സിനിമ കാണേണ്ട സമയത്തും TV ചാനൽസിലൂടെ. പിന്നീട് നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നപ്പോൾ എല്ലാവരും ജോർജിനെ അല്ലാതെ ബാക്കി എല്ലാവരും ആ പാട്ട് റീലാക്കി. അത് അങ്ങനെ ആ റീൽ വസന്തം തെമ്മാടിക്കാറ്റിൽ വന്നപ്പോൾ നിങ്ങൾ എന്താ ഫീൽ ഉണ്ടായിരുന്നത്? ഐ നോ, അത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി എനിക്ക്. അത് ആ പാട്ട് ഇറങ്ങിയ സമയത്ത് ആക്ച്വലി ഐ ഫീൽ ജാസിയേട്ടൻ വാസ് ലീഗ്സ് അഹെഡ് ആസ് എ കമ്പോസർ. അന്നത്തെ ആ ഒരു കാലത്തിനേക്കാളും വിപ്ലവമായിരുന്നു. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, അത് ഇറങ്ങിയ സമയത്ത് പലരും എൻ്റെ അടുത്ത് തെമ്മ അടിപൊളി പാട്ട്, അന്ന് കുറച്ചും കൂടെ ആ ഒരു ബയസ് ഭയങ്കര കൂടുതലായിരുന്നു. മെലഡി അടിപൊളി കൊള്ളൂല, മെലഡിയാ നല്ലത്, പോരാ, നമ്മുടെ കൾച്ചറിന് പറ്റിയതല്ല, അങ്ങനത്തെ കുറച്ച് സംഗീത ബോധമൊന്നും വേണ്ട അങ്ങനെ പാട്ട്. എക്സാക്ട്ലി, അത്ര ടാലന്റ് ഒന്നും വേണ്ട അടിപൊളി പാട്ട് പാടാനായിട്ട്. അങ്ങനെയൊക്കെ കുറെ നോഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഐ എം ടോക്കിംഗ് 23 years ബാക്ക്. അപ്പം സീൻ മാറി വരികയാണല്ലോ. സോ ചേഞ്ചിനോട് എപ്പോഴും എല്ലാവർക്കും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ പക്ഷെ അതിൻ്റെ ഏറ്റവും ഫണ്ണി കാര്യം എന്ന് പറഞ്ഞാൽ ജാസിയേട്ടൻ്റെ എല്ലാ പാട്ടിലും ഭയങ്കര സ്ട്രോങ് മെലഡിയാണുള്ളത്. അനുപല്ലവിയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത്. എന്താ മൂഡ്, എന്ത് രസാന്റെ മെലഡി. ഇളമുളം തണ്ടിലെ പ്രണയ വസന്തവും മഴ മുകിച്ചതിലേ, ഇതൊക്കെ മെലഡി അല്ലേ? അതുകൂടി നിവർത്തിപ്പാടോ, തുറന്നോളൂ. കതിരാടും ഉണ്ടോ പാട തിളവേൽക്കാതെ, കുടപാറും കണിയാൻ കുന്നിൽ മഴ തൂവാതെ, വലം പിരിശംഖിലും ഇടം പിരിക്കുന്നിലും ഇടമലയാറ്റിലും മണിമലമേട്ടിലും താന്തോന്നിക്കാറ്റേ
ചക്കരമാവിൻ്റെ കൊമ്പ് കുലുക്കാതെ ചുമ്മാ ചുമ്മാതെ കാറ്റേ ചിത്തിര പെണ്ണിന്റെ കൂട് പൊഴിക്കാതെ. വളകിലിക്കോ അല്ലേ ആ പാട്ട് ഇങ്ങനെ റീലിലൂടെ ഹിറ്റായപ്പോൾ എന്തുകൊണ്ടാണ് ജോസിന് റീല് ചെയ്യാഞ്ഞേ ആ പാട്ടിനൊപ്പിച്ച്? കാര്യം ഞാൻ തുറക്കുമ്പോ ഒക്കെ ഇതാണേ. അപ്പൊ ഞാൻ വെച്ചിട്ട് ഞാനായിട്ട് ചെയ്യണ്ടല്ലോ, ചെയ്യേണ്ടവര് ചെയ്യട്ടെ. പക്ഷെ അത് ഇപ്പോഴും ഈ കോളേജ് ഗിഗ്സ് ഒക്കെ ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഈ പാട്ട് ഇറങ്ങിയപ്പോ ജനിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. സാധ്യതയില്ല അല്ലേ? 19-18 വയസ്സുള്ള പിള്ളേരായിരിക്കും ഇപ്പം അവരെന്തായാലും ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടാവില്ല. പക്ഷെ ഫുൾ പാട്ട് അവർ കൂടെ പാടുന്നുള്ളതാ. എവറി ലിറിക് അത് ആബ്സല്യൂട്ട്ലി ആ കമ്പോസറിന്റെ ഗ്രേറ്റ്നെസ് ആണ്. സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കൈതപ്രം തിരുമേനിയുടെ വരികള്. എന്തൊരു നല്ല കവിതയാണ്. കവിതയായാലും ട്യൂണായാലും. അന്ന് പാട്ട് എടുത്തത് ആക്ച്വലി ജാസിയേട്ടൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. ജാസിയേട്ടനെ അന്ന് അസിസ്റ്റ് ചെയ്തിരുന്നത് ഈശാൻ ദേവാണ്. അപ്പൊ ഷാനാണ് വോക്കൽ എടുത്തത് എൻ്റെ. അപ്പൊ ഷാനിന്റെ കുറേ കോൺട്രിബ്യൂഷൻ അതൊക്കെ ഷാനിന്റെ സാധനങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് എൻ എക്സ്പീരിയൻസ്. അത് ഐ ഫീൽ ഇപ്പോഴാണ് ആ പാട്ട് റിസീവ് ചെയ്യേണ്ട രീതിയിൽ റിസീവ് ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ. ആ ഒരു ബയസസ് ഒന്നും ഇല്ലാത്തൊരു കാലത്തിലേക്ക് എത്തിയപ്പോഴാണ്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ മറ്റേ ലാലേട്ടൻ്റെ കൂടെ ഒരു സ്റ്റേജ് മുമ്പ് ലാലേട്ടൻ്റെ കൂടെ നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടുള്ളൊരു ലാലേട്ടൻ സംഗമം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആദ്യം ചെയ്തത് അമ്മയുടെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു അബുദാബിയിൽ. അന്നാണ് ഫസ്റ്റ് ടൈം സാറിൻ്റെ കൂടെ ഒരു സ്റ്റേജ്. അതൊരു ദർ ഇസ് സോ മച്ച് ടു ലേൺ. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് വൈ ഈസ് ഹീ സോ ഗ്രേറ്റ് എന്നുള്ളതിനുള്ള എനിക്ക് കാണാൻ പറ്റിയ കുറച്ച് ദിവസങ്ങളായിരുന്നു അത് എനിക്ക്. അതായത് ഇതിപ്പം അമ്മയുടെ ഈവൻ്റാണ് ആൻഡ് അതിൽ പാട്ടുകളുണ്ട്, സ്കിറ്റുകളുണ്ട്. ദ വേ ഹീ ഷോസ് അപ്പ്, അതായത് അദ്ദേഹത്തിനെ പോലെ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റിന് ഇതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം സ്റ്റേജിൽ വന്ന് നിന്നാൽ തന്നെ ആളുകൾക്ക് അത് മതി. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന സ്കിറ്റാണെങ്കിലും അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാട്ടുകളാണെങ്കിലും ദി എമൗണ്ട് ഓഫ് പ്രാക്ടീസ്, അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ആൻഡ് ദി വേ ഹീ ഈസ് സോ ഇൻവോൾവ്. അത് മാത്രമല്ല, ഇൻവോൾവ് ആണെന്ന് മാത്രമല്ല, അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഡസൻറ്റ് കം വിത്ത് എവ്രിബഡി. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഹിം സോ ഇൻക്രെഡിബ്ലി ലവ്ഡ്. കാരണം അദ്ദേഹത്തിന്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അദ്ദേഹത്തിന് വലിപ്പ ചെറുപ്പം ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഹീ ഈസ് സോ ബിഗ്. പക്ഷേ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് ഓക്കെ നിങ്ങളൊരു സിംഗറാണ്, ഇവർ ആക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ജൂനിയറാണ്, എൻ്റെ അങ്ങനെ ഒരു വകഭേദമില്ലാതെ ദ വേ ഹി വാസ് ദെയർ, ഹി വാസ് സോ പെർട്ടിക്കുലർ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഇതിന്റെ ഞാൻ പാട്ടിന്റെ ലിറിക്സ് ഐപാഡിൽ മറ്റേ ഗൂഗിൾ ചെയ്ത് ഐപാഡിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ ലിറിക്സ് വെച്ച്, ഇദ്ദേഹം ഓരോ പേജിൽ പല്ലവി ഒരു പേജിൽ അനുപല്ലവി വേറെ പേജിൽ പ്രിന്റ് ചെയ്ത് അത് ലാമിനേറ്റ് ചെയ്ത് ഒരു ഇതാക്കി ഇരുന്ന് ഫുൾ എൻ്റെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ. അതും അദ്ദേഹം അതിന് മുൻപ് വേറെ എന്തോ ഒരു ഉറക്കമൊന്നും ഇല്ലാണ്ടാണ് അദ്ദേഹം ഈ ഫംഗ്ഷന് വന്നിരിക്കണേ. ഹീ ക്യാൻ ചൂസ് നോട്ട് ടു ഡു ഇറ്റ്. ഇപ്പൊ അദ്ദേഹം പാടുമ്പോൾ തെറ്റിപ്പോയാലും ആരും ഒന്നും പറയാൻ പോണില്ല, ബിക്കോസ് മോഹൻലാൽ ഇസ് മോഹൻലാൽ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ഡെഡിക്കേഷൻ, അത് ശരിക്കും ഞാൻ വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ തിങ്ക് നമ്മൾ ചിലപ്പോൾ ആലോചിക്കല്ലോ വാട്ട് മേക്സ് സമ്മൺ സോ ഗ്രേറ്റ് എന്നുള്ളത്. ടാലൻറ്റ് മാത്രമല്ല, ടാലൻറ്റ് നമുക്ക് ഐ മീൻ ഹീസ് പ്രൂവൺ ഇറ്റ് ഓവർ സോ മെനി ഇയേഴ്സ്. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഓറ, ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ്, ദ വേ ഹി സോ റെസ്പെക്ട്ഫുൾ ടു എവ്രി വൺ അറൗണ്ട് ഹിം. അതൊക്കെ ശരിക്കും നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും അത് പറഞ്ഞില്ല, പക്ഷേ നന്നായി എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ബിക്കോസ് യു ക്യാൻ ഇമാജിൻ ഹൗ എനിക്കതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അന്ന് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഈ അമ്മയുടെ ഷോ ഉണ്ടായില്ലേ, അന്ന് ഞങ്ങൾ മറ്റേ പഴയ പാട്ട് പാടിയിരുന്നു, കാറ്റ് താരാട്ടും, അതെ ഡ്യുവറ്റ് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ
സാറിൻ്റെ അടുത്ത് പറയാ, അന്ന് ആ പാട്ട് എന്ത് രസമായിരുന്നു അല്ലേ, നമ്മളന്ന് ഡ്യുവറ്റ് പാടിയത്, കാറ്റ് ഞാൻ ലാലേട്ടന് ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കും മരിക്കണവരെ, പക്ഷെ ഉറപ്പായിട്ടും. പക്ഷെ ലാലേട്ടൻ ഇതൊക്കെ അതെന്താ അങ്ങനെ പറയണേന്ന് പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കാം. അദ്ദേഹത്തിന് ആശ്ചര്യം. ഐ മീൻ ഇറ്റ്സ് ജസ്റ്റ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ദർ ഇസ് എ ലോട്ട് ടു ലേൺ ഫ്രം പീപ്പിൾ ലൈക്ക് ഹിം, ഐ ഫീൽ. ജോത്സന, നിങ്ങളെ തൃശ്ശൂരുകാരനായിട്ടുള്ള ഞങ്ങളുടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോൺസൺ മാസ്റ്ററിന്റെ ഫോട്ടോഗ്രാഫർ സിനിമയിൽ ആ ഒരു ആൽബത്തിൽ പാടിയിട്ടില്ലേ? പാടിയിട്ടുണ്ട്, ഉണ്ട് പാടിയിട്ടുണ്ട്. ജോൺസൺ മാസ്റ്റർ എനിക്ക് ഓർമ്മയുള്ള പാട്ട് മറ്റതാണ്, ഒന്ന് തൊടാനുള്ളിൽ. അതാണ് അത് മറ്റേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കല് ജോൺസൺ മാസ്റ്റർ പാട്ട് പാടിയിട്ടുണ്ട്. അതില് ജേട്ടന്റെ വേർഷനാണ് സിനിമയിലുള്ളത്. അത് എന്റെ കാസറ്റിന് വേണ്ടി ചെയ്തതാണ്. അതെ അതെ. അപ്പൊ മൂപ്പര ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ജോൺസൺ സാർ വളരെ ചില്ലായിരുന്നു. ഞാൻ കുറെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാ പോയത്, പക്ഷെ പുള്ളി ഇതൊക്കെ എന്തെന്നുള്ള മട്ടിലാണ് പുള്ളി പാട്ട് പഠിപ്പിച്ചതെന്നൊക്കെ. ഹാർമോണിയം ഉണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് വൈസ് അദ്ദേഹം കുറച്ചിങ്ങനെ പ്രശ്നങ്ങളുള്ള ടൈമിലായിരുന്നു. അപ്പം ഒരുപാട് ടൈം എടുത്തില്ല അദ്ദേഹം. ഇല്ല, ട്രിവാൻഡ്രത്തായിരുന്നു, SS സ്റ്റുഡിയോയിലായിരുന്നു. ഫോട്ടോഗ്രാഫറും അവിടെയായിരുന്നു. ജോത്സന ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ മോഹൻ സിത്താര സാറൊക്കെ അന്ന് തിരക്കുള്ള മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ലെജൻഡായിട്ട് കാണുന്ന മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ ആ സമയത്ത് മോഹൻ സിത്താര അല്ലെങ്കിൽ ആ സമയത്ത് ബേണി ഇഗ്നീഷ്യസ്, ആ കൂട്ടുകെട്ടൊക്കെ കുറേ അടിപൊളി പാട്ടുകളൊക്കെ ചെയ്യുന്ന, ഭയങ്കര കമേഴ്ഷ്യൽ ഹിറ്റുകൾ ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഒരു സിംഗർക്ക് ഇവിടെ എന്തെങ്കിലും പ്രൂവ് ചെയ്യണമെങ്കിൽ ജോൺസൺ മാസ്റ്ററുടെയോ അല്ലെങ്കിൽ രവീന്ദ്ര മാസ്റ്ററുടെയോ ഒക്കെ പാട്ട് പാടണം എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ജോത്സനൊക്കെ കയറി വരുന്ന, ഓർക്കുന്നില്ലേ? ആ 2000-ന്റെ തുടക്കത്തിൽ ലെജൻസിന്റെ അന്നേ ലെജൻസ് ആയിട്ട് നമ്മൾ ലിവിങ് ലെജൻസ് ആയിട്ട് വിശ്വസിച്ച് വന്നിരുന്ന ജോൺസൺ മാസ്റ്റർ, രവീന്ദ്ര മാസ്റ്ററൊക്കെ പാട്ട് പാടണമായിരുന്നു. ജോത്സനൊക്കെ അത്തരത്തിലുള്ള അവസരങ്ങൾ കുറവായിരുന്നോ? ഇങ്ങനെയുള്ള വലിയ സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പം ഈ പറഞ്ഞ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അപ്രോച്ച്? ഞാൻ ആക്ച്വലി രവീന്ദ്ര മാസ്റ്റർ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയമായപ്പോഴേക്കും ഇൻഡസ്ട്രി പതുക്കെ മാറി തുടങ്ങി. ഈ പറഞ്ഞ മാതിരി മ്യൂസിക് ഡയറക്ഷൻ, ബിസി ആയിട്ടുള്ള മ്യൂസിക്, അതായത് അവരിങ്ങനെ കത്തി ജ്വലിച്ച് നിന്നിരുന്ന ഒരു സമയത്തിൽ നിന്നും പതുക്കെ മാറി ഒരു വേറെ ഇപ്പൊ എം ജയേന്ദ്രൻ സാർ വന്നു, ജാസിയേട്ടൻ വന്നു, അങ്ങനെ കുറെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നു. സോ മൊത്തത്തിലൊരു ദീപക്കേട്ടൻ വന്നു. അപ്പം എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ മലയാളം ഫിലിം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒരു ഭയങ്കര ഷിഫ്റ്റ് നടക്കുന്ന സമയമായിരുന്നു. ബട്ട് ഐ തിങ്ക് ആ സമയത്തെങ്കിലും വന്നതുകൊണ്ട് എനിക്ക് അവരുടെ പാടാൻ പറ്റി എന്നുള്ളൊരു സാധനമുണ്ട്. ആൻഡ് രവീന്ദ്ര മാസ്റ്റർ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ഒരു ലൈവ് ഈവൻറ്റ് ഏഷ്യാനെറ്റിൽ വീക്ക്ലി ഒരു ലൈവ് മ്യൂസിക് ഷോ ചെയ്യുമായിരുന്നു, മ്യൂസിക് ലൈവ് എന്ന് പറഞ്ഞിട്ട്. ഞാനും ബിജു നാരായണനും ബിജു ചേട്ടനും കൂടി അന്ന് രവീന്ദ്ര മാഷ് ഗസ്റ്റായിട്ട് ഓവർ ദ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ലൈവ് പോണ സമയത്ത് രവീന്ദ്ര മാഷിൻ്റെ അടുത്ത് ജോത്സനയുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, മാഷ് ഒരു ദിവസം വിളിക്കൂട്ടോ എന്നിട്ടാ വെച്ചേ. അപ്പം ഞാൻ രവീന്ദ്ര മാഷല്ല എന്നെ വിളിക്കാൻ പോണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ അങ്ങനെ തള്ളി. ഞാൻ പ്രതീക്ഷിക്കണേ ഇല്ല. പക്ഷെ വിളി വന്നു. തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഞാൻ സൽപ്പേര് രാമൻകുട്ടി എന്ന് പറയുന്ന പടത്തിൽ ഞാനും ബിജു ചേട്ടനും ആണ് ഡ്യുവറ്റ്. കളിയാടി തളിർച്ചോടും ലബനോനിൻ പ്രിയ തോഴി എന്നൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം രവീന്ദ്ര മാസ്റ്റർ പാടാൻ പറ്റി, ജോൺസൺ മാസ്റ്റർ പാടി, അർജുന മാസ്റ്റർ പാടി. അങ്ങനെ കുറേ ലെജൻസിൻ്റെ ഗിരീഷേട്ടൻ്റെ വരികൾ പാടാൻ പറ്റി. അപ്പം അങ്ങനെ കുറേ ഐ വാസ് ബ്ലെസ്ഡ്. ഐ കേം അറ്റ് ദ റൈറ്റ് ടൈം. ഐ തിങ്ക് അതൊരു ആളുകൾ വന്ന കാലത്ത് വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഈ ഒരു പുറം ലോകത്ത് ജീവിച്ചുകൊണ്ട് കുറെ കൂടി വെസ്റ്റേൺ ഫ്ലേവറുള്ള വോക്കലാണെന്നും അറേബ്യൻ ഫ്ലേവറുള്ള വോക്കലാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നില്ലേ? ഞങ്ങളും അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതോ ജോസ് നേരിട്ട് ആ കാലത്ത് മെന്റേഴ്സിനെ വായിൽ നിന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. കാരണം എന്നെ തേടി വന്നിട്ടുള്ള പാട്ടുകളും കുറേയൊക്കെ അങ്ങനെ. പിന്നെ ഐ തിങ്ക് അത് ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവമാണ്. ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം വരും. അത് ഐ തിങ്ക് ഇറ്റ്സ് ദെയർ വിത്ത് ആക്ടേഴ്സ് ഓൾസോ അല്ലേ? ആക്ടിങ്ങിലും അത് തിയേറ്ററിലും ആ ഒരു സാധനം ഉണ്ട്. ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത സിമിലർ ആയിട്ടുള്ള ഫിഗറിന് പറ്റിയ ക്യാരക്ടേഴ്സ് ജോസിനൊക്കെ ഈ പറഞ്ഞ സാധനത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ജോസിനെ ഞങ്ങൾക്ക് ഏതാണ് പാടി തന്നെ? ജോസിന്റെ ഒരു ഭയങ്കര കർണാട്ടിക് ഫ്ലേവറുള്ള അല്ലെങ്കിൽ മലയാളി ഫ്ലേവറുള്ള നമ്മളെ അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക് ഫ്ലേവറുള്ള ജോസിനൊക്കെ പാടി ജോസിനെ സ്വയം ബ്രീത്ത് ചെയ്യുന്ന പാട്ടുകളായിരുന്നു. എനിക്ക് ഇപ്പം പറഞ്ഞു വന്നപ്പോൾ ഒരു ഡിവോഷണൽ പാട്ടുണ്ട്. ജയേന്ദ്രൻ സാറിൻ്റെ
മ്യൂസിക്കാണ്, എം ജയേന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്കാണ്. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ വരികളാണ്. ഗുരുവായൂരപ്പന്റെ പാട്ടാണ്. അതിന് പറ്റിയ അതിന്റെ ആ പാട്ടിന്റെ ആളാണ് പുള്ളി. അതെ, പാടിയത് ചിത്ര ചേച്ചി. അപ്പൊ പിന്നെ അതായിട്ട് കമ്പയർ ചെയ്യരുത്. പക്ഷെ ഈ പാട്ടിനോട് എനിക്കൊരു ഭയങ്കരമായ ഒരു ഇഷ്ടമുണ്ട്. കാണാൻ കൊതിച്ചോടിച്ചെന്നാലും കണ്ണന് ചിലരോടുണ്ടൊരു കള്ളനോട്ടം. കാണാൻ കൊതിച്ചോടിച്ചെന്നാലും കണ്ണന് ചിലരോടുണ്ടൊരു കള്ളനോട്ടം. ഈ വഴി നീയും മറന്നുവോ എന്നൊരു പരിഭവം ചോരുന്ന കള്ളനോട്ടം. അന്നും ഞാൻ അറിയുന്നു കണ്ണാ, കണ്ണനെന്നെയാണിഷ്ടം. ഗുരുവായൂരോ മന കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനോട്ടം. എന്നാലും ഞാൻ അറിയുന്നു കണ്ണനെന്നെയാണിഷ്ടം. എന്ത് രസമുള്ള വരികളല്ലേ. എന്ത് രസമുള്ള ഈണമാണ്. ഞാൻ നേരത്തെ ചോദിച്ച മാതിരി തന്നെ അത് ബ്രേക്ക് ചെയ്തു, മറ്റേ ആ ഫ്ലേവറിന്റെ ബ്രേക്ക് ചെയ്തു. ഈ ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ പുള്ളിന്റെ ഒരു ശീലമുണ്ട്. ലെഫ്റ്റ് സൈഡിലെ പാഡാണ്, ലെഫ്റ്റ് ലെഗിലെ പാഡാണ് ആദ്യം കെട്ടുന്നത്. അതേമാതിരി ജോത്സ്നക്ക് ഇപ്പോൾ റെക്കോർഡിങ്ങിന് മുമ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസിന് മുമ്പ് എന്തെങ്കിലും വിശ്വാസപരമായിട്ടുള്ള ശീലങ്ങളുണ്ടോ? ഞാൻ കുറച്ച് ഗ്രൗണ്ടിങ് ചെയ്യാറുണ്ട്. അതായത് ഈ മെഡിറ്റേഷൻ, അഫർമേഷൻസ്, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്. കാരണം എനിക്ക് ഒരുപാട് ആളുകൾ, ഒരുപാട് വലിയ ശബ്ദം, ലൈറ്റ്സ്, ഇതിനോടൊക്കെ എനിക്ക് പൊതുവേ സെൻസിറ്റിവിറ്റി ഉള്ള ആളാണ്. അപ്പം എന്താ വെച്ചാൽ എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്, പിന്നെ നല്ല ആങ്സൈറ്റി ഉണ്ട്. എത്ര കാലമായി ഷോ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്നാലും ബിഫോർ ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു മാജിക്കാണ് അവിടെ. പിന്നെ ഇറ്റ്സ് ഓൾ ഗോൺ. പിന്നെ ഐ എം ഇൻ ദ മൊമെൻറ്റ്. പക്ഷെ അതുവരെ എനിക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ആങ്സൈറ്റി വർക്ക് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യാനുമായിട്ട് ഞാൻ കുറച്ച് ഷോയിന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചിങ്ങനെ ഈ പോസിറ്റീവ് അഫർമേഷൻസും കുറച്ച് സിറ്റിംഗ് ഇൻ സൈലൻസ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഭീകര പരിപാടി. ഈ ഒരു ഇത്ര പ്രിപ്പറേഷനോട് കൂടി അല്ലെങ്കിൽ ഇങ്ങനെ ഈ എക്സൈറ്റ്മെന്റ്, ആങ്സൈറ്റി ഇപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ ഒരുപാട് ആളുകളെ കയ്യിലെടുത്തിട്ടുള്ള ജോസിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 10 വർഷം മുമ്പൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ജോസിന് ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ വീണ് പോകുന്നൊരു വീഡിയോ. അന്ന് ഈ വൈറൽ എന്ന് പറയുന്ന പരിപാടിയില്ല, ഇത്ര തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത്. ഇന്നായിരുന്നു എന്തായിരിക്കും ജോസിന്റെ? ഇന്ന് ഞാൻ അതൊക്കെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ്. അത് പ്രശ്നമല്ല. അന്ന് ഓർമ്മയുണ്ടോ അത് വീണ ആ ഒരു മൊമെന്റിൽ? പിന്നെ അന്നത്തെ ദിവസം ആ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയായിരുന്നു? അന്നത്തെ ദിവസം ഞാൻ എന്തായാലും വീണോന്നാണ് കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പൊ എനിക്ക് ആ പൊടി തട്ടുക, ഷൂട്ട് ചെയ്യാന്നുള്ളതേ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ എനിക്ക് അന്ന് വീണപ്പോ എനിക്ക് എന്തോ ഒരു ഉൾവിളി വന്നു, ഇത് പുറത്ത് വരും മോളെ എന്നുള്ളൊരു സാധനം എന്റെ മനസ്സ് പറഞ്ഞു. അപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് എവിടെയൊക്കെയോ. ക്വാളിറ്റി കുറവാണ് വീഡിയോക്ക്. ഭാഗ്യം, നന്നായി, വളരെ നന്നായി. അതുകൊണ്ട് അന്ന് കുറച്ചുകൂടെ ചെറുപ്പല്ലേ, അപ്പൊ അന്ന് നമ്മള് കുറച്ചും കൂടെ ഇത് പുറത്തു വന്ന ആൾക്കാർക്ക് പിന്നെ ഒരു നോട്ടമൊന്നും ഇല്ലല്ലോ, എന്തും പറയാം, എങ്ങനെ വേണമെങ്കിലും. ഇല്ല, അങ്ങനെയൊന്നും പറ്റിയില്ല, ചമ്മിപ്പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അത് പുറത്ത് വന്നപ്പോ എനിക്ക് വലിയ സർപ്രൈസ് ഉണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താ വെച്ചാല് ആ സമയത്ത് ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പാട്ടിനെ പറ്റി പറയണ, ഞങ്ങള് വീണ കണ്ടുട്ടോ എന്ന് പറയലായി കുറച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ എനിക്ക് ഭ്രാന്താവാൻ തുടങ്ങി. ഇതിപ്പോ എത്ര പേര് വീഴണു, എത്ര പേര്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ? അതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് പോയി. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഓർത്തത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പം അത് കണ്ട സമയത്ത് അയ്യടാ
എന്ന് ഫീൽ ചെയ്യുന്ന ഒരു വീഴ്ചയായിരുന്നു ആക്ച്വലി അത്. Thank you. ജീവിതത്തിൽ ഏറ്റവും വലിയ വീഴ്ച അതായിരുന്നു, ആ സ്റ്റേജിലെ വീഴ്ചയായിരുന്നു ആക്ച്വലി. എനിക്ക് വീഴ്ച വളരെ പതിവാണ്. ആണല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴും, എനിക്ക് സ്ലിപ്പ് ചെയ്യല് പതിവാണ്. ഞാൻ എപ്പോൾ ഒരു മുറിയുടെ വാതിൽ തുറന്ന് എനിക്ക് സൈഡ് ഇടിക്കും. ആ സമയത്ത് എന്നിട്ട് നമ്മൾ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ എല്ലാം സ്ക്രിപ്റ്റ് ആണെന്ന് നമ്മളോടൊക്കെ ഈ പറഞ്ഞ പ്രേക്ഷകർക്കൊക്കെ അത്തരത്തിലുള്ള അറിവൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം എല്ലാം സ്ക്രിപ്റ്റാണ്, അവർ കരയുന്ന പോലും സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ഉള്ള അറിവ് പുറം വാതിലൂടെ കിട്ടിക്കൊണ്ട സമയം. എന്നാൽ പിന്നെ ജോസിന് ശരിക്കും സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് വീണതായിരിക്കും എന്ന് വരെ എനിക്ക് വല്ല പുരസ്കാരം തരണം നിങ്ങള്, സ്ക്രിപ്റ്റിന് വേണ്ടി ഞാൻ വീഴാൻ റെഡിയാണെങ്കിൽ. അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല, ആ വീഴ്ച അത്ര റിയലിസ്റ്റിക് ആയിരുന്നു. അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു, കരക്കമ്പി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുമായിരുന്നു. നന്നായിട്ടുണ്ട്. അല്ല ജോസിനപ്പം മ്യൂസിക് കമ്പോസിഷൻ, സംഗീത സംവിധാനം എങ്ങനെയാണ് അതിന്? ഞാൻ ഒരിക്കലും ഞാൻ സ്വയം ഒരു കമ്പോസറായിട്ട് എന്നെ കണക്ക് കൂട്ടിയിട്ടില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാനൊരു ട്യൂൺ ഉണ്ടാക്കും. കാരണം നമുക്കിങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യണതിന് നമുക്ക് അതിനൊരു സ്പേസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ സ്പേസ് നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എസ്പെഷ്യലി നമ്മൾ ബിസി ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട്, വീടുണ്ട്, എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ. പക്ഷെ ചില സമയത്ത് നമുക്കൊരു ഉൾവിളി ഇങ്ങനെ വരും. അപ്പം ഞാൻ ബുക്ക് എടുത്ത് എന്തെങ്കിലും എഴുതും, കമ്പോസ് ചെയ്യും. അപ്പം അങ്ങനെ നല്ലതാണെന്ന് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് പ്രൊസീഡ് ചെയ്യും, വേറെ ഏതെങ്കിലും മ്യൂസിഷ്യനായിട്ട് കൊളാബറേറ്റ് ചെയ്യും അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒറിജിനൽ കോമ്പോസിഷൻസ് ഒക്കെ. ഇറ്റ്സ് ഓൾ ബീൻ ആബ്സല്യൂട്ട്ലി ഫ്രം ദ ഹാർട്ട്. ഒരു ട്രെൻഡ് ഫോളോ ചെയ്തോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. വളരെ ചെറുതായിട്ട് ഗിറ്റാർ, അത് ഒരു 5 കോഡ് അറിയാം, അത്രേ ഉള്ളൂ. വലിയ വായിക്കലൊന്നുമില്ല, അവനവൻ്റെ ആവശ്യത്തിന് മാത്രം. വെരി ബേസിക് പരിപാടികൾ. കമ്പോസ് ചെയ്തതിൽ പാടിക്കൊടുക്കാൻ താല്പര്യമുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് പാടിത്തരും. എനിക്ക് ഐ തിങ്ക് പറന്നേ ഈസ് ഓൾവേസ് വെരി സ്പെഷ്യൽ ഫോർ മീ. പറന്നേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് 2019 വന്നിട്ടുണ്ടായിരുന്നു, കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. യെസ്. എരിയുമീ ചുടുവേനലിൽ തിരയുന്നു എന്നിലെ എന്നെ, ആ ചിരികളോ ചിതയാകിലും പോകുവാനില്ല ഞാനെങ്ങും. ഈ ഞാനും കാണും മേഘങ്ങൾ പെയ്യുന്നേ, തുമഞ്ഞോ വീഴുന്നേ, പറന്നേ ഉയർന്നേ, പറന്നുയർന്നേ, തീ പൊള്ളും കനലിൽ നിന്നും പറന്നുയർന്നേ, പറന്നേ ഉയർന്നേ, പറന്നുയർന്നേ, തീ പൊള്ളും കനലിൽ നിന്നും പറന്നുയർന്നേ. എൻ്റെ മോനെ, നിങ്ങളൊരു മ്യൂസിക് കമ്പോസർ ആയിട്ട് വളരെ സജീവമായിട്ട് തുടരേണ്ടത് അത്യാവശ്യമാണ്. ആസ് എ മ്യൂസിക് ലവർ എനിക്ക് തോന്നിയിട്ടുള്ളത്, വോക്കലിസ്റ്റ് എന്നുള്ള നിലക്ക് തന്നെ നിങ്ങൾ യുണിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിധു പ്രതാപും ഈ പറയുന്ന ജ്യോത്സ്ന ആദർശനും ഒരുപോലെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. 2 സിംഗേഴ്സിന്, ഒരു ഫീമെയിൽ മെയിൽ സിംഗർ. അതിൽ 2 പേർക്കുണ്ടായിരുന്ന പ്രത്യേക യുണിക്നെസ് ആണ്. നിങ്ങളെ പോലത്തെ ശബ്ദങ്ങൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തൽക്കാലം ഇല്ല, സമാനമായ ശബ്ദങ്ങൾ. അപ്പോൾ അതിലപ്പുറത്ത് ജ്യോത്സ്ന എന്നപ്പോൾ മ്യൂസിക് കമ്പോസർ ആക്ച്വലി ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ മാത്രമല്ലാതെ സിനിമ ഇൻഡസ്ട്രിക്കും വേണം, കിട്ടേണ്ടതുണ്ട് എന്നുള്ളൊരു ആഗ്രഹം വളരെ പേഴ്സണലി പറയാണ്. സിനിമ കമ്പോസിങ് ഒരു വേറൊരു കുത്തകയാണ്. സ്കോറിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞ, സിനിമയിൽ കുറച്ച് പാട്ടുകൾ നിങ്ങളത് കേൾക്കണം എന്ന് ആഗ്രഹം. സംഭവിക്കട്ടെ, എന്തായാലും തീർച്ചയായും സംഭവിക്കട്ടെ. പിന്നെ നമ്മൾ ഈ 2 വർഷം കൂടി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വളരെ പേഴ്സണൽ, വളരെ പ്രിയപ്പെട്ടവരെ മാത്രം ചേർത്തുകൊണ്ടുള്ള 25 വർഷങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അല്ലെ, അതിലേക്ക് ക്ലബ് എഫ് എം ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ നമ്മൾ സംസാരിക്കേണ്ടത് അതിൻ്റെ ഒരു നമുക്കൊരു പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ വളരെ പ്രിയപ്പെട്ട ജ്യോത്സ്നയെ സ്നേഹിക്കുന്ന, ജ്യോത്സ്നയുടെ പാട്ടിനെ സ്നേഹിക്കുന്നവർ കൂടട്ടെ, അതിൽ ക്ലബ് എഫ് എം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്ലാൻ ചെയ്യാം. അപ്പം അതിനുള്ള ധൈര്യം ഉണ്ടല്ലോ, നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞല്ലോ. അത് തൃശ്ശൂർ വെച്ച് തന്നെ സംഭവിക്കട്ടെ, തൃശ്ശൂർ വെച്ച് സംഭവിക്കട്ടെ. എന്തായാലും പാട്ടിൻ്റെ പ്രശ്നം മുന്നോട്ട് പോട്ടെ സജീവമായിട്ട്. ഒരുപാട് സന്തോഷം പാട്ടും പറച്ചിലും റാശിയുടെ കൂടെ ക്ലബ് എഫ് എമ്മിൽ ചേർന്നതിൽ. നേരിട്ട് കാണാൻ പറ്റിയാലും കുറേ പാട്ടുകൾ നേരിട്ട് ആസ്വദിക്കാൻ പറ്റിയുള്ള സന്തോഷമുണ്ട്. ഏറ്റവും സ്വാധീനിച്ച, ഇപ്പം ജ്യോത്സ്നയുടെ മുമ്പ്, നമ്മൾക്കൊക്കെ മുമ്പ് നമ്മുടെ ചിത്രാമ്മ, അല്ലെങ്കിൽ ജാനകി അമ്മ, സുശീല അമ്മ, ലതാജി, ആശാ ഭോസ്ലെ, അങ്ങനെ കുറേ സിംഗേഴ്സിനെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കേട്ട് ശീലിച്ചവരാണ് നമ്മളൊക്കെ, നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ. ജ്യോത്സ്നയ്ക്ക് ഇപ്പം ഇവിടെ പാടണമെന്ന്, പാടി തീർക്കണം തോന്നുന്ന, നമ്മളെ പരിപാടി അവസാനിപ്പിക്കാൻ നേരത്ത് ഏത് പാട്ട്, ഏത് ഭാഷയിൽ നിന്നാവാം, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാവാം, അല്ലാത്തതാവാം,
വളരെ സ്വാധീനിച്ചൊരു പാട്ടാണേ. ജോത്സ്നയ്ക്ക് ഒരു പുതപ്പ് പോലെ തോന്നാറുള്ള പാട്ട്. तू अगर उदास होगा तो उदास होंगी मैं भी. तू अगर उदास होगा तो उदास होंगी मैं भी. नजर आओ या ना आओ तेरे पास होंगी मैं भी. तू जिधर का रुख करेगा मेरा साया साथ होगा. तू जहाँ जहाँ चलेगा मेरा साया साथ होगा. मेरा साया मेरा साया मेरा साया मेरा साया. താങ്ക് യു സോ മച്ച്. Thank you.